ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ്. എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ മധുരയ്ക്കാണ് കേട്ടോ പോകുന്നത്. മധുര, രാമേശ്വരം, പിന്നെ ഒരു കല്യാണമുണ്ട് സൺഡേ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് മെല്ലെ ഇങ്ങനെ വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളൊരു 1:45 എണീച്ചു, 2:15 ഇറങ്ങി ഇങ്ങനെ കുറച്ച് റോഡിൻ്റെ ഇങ്ങനെ വരും എത്തിയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ടയർ പഞ്ചറായി. അപ്പോൾ പിന്നെ ആ ടയറൊക്കെ മാറ്റി അങ്ങനെ മെല്ലെ ഒരു ടയർ മാറ്റുമ്പോഴത്തേക്ക് തന്നെ 2:45 അങ്ങനെ മെല്ലെ ആ ടയറൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ മെല്ലെ ഇറങ്ങി. നമ്മൾ നേരെ പോകുന്ന തിരൂരേക്കാട്ടോ. അവിടെ നിന്ന് വിഷ്ണുട്ടിനെയും ലച്ചുവിനെയും സൂസിക്കുട്ടീനെയും കൂടെ കൂട്ടണം. സൂസി രുക്കും കൂടെ ഒരു മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. രുക്കു മെയ്യിലും സൂസി ജൂണിലുമാണ്. അപ്പോൾ അവർ നല്ല ഫ്രണ്ട്സുമാണ്, പിന്നെ നല്ല പൊരിഞ്ഞ അടിയുമാണ്. എനിക്കുണ്ടല്ലോ പോയി വന്നിട്ട് ചെറുതായിട്ടൊന്ന് ജലദോഷം പിടിച്ചു. അതിനെക്കൊണ്ട് എൻ്റെ സൗണ്ട് ചെറുങ്ങനെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടാളും ഉറങ്ങാത്തതിനെ കൊണ്ടിട്ടല്ലോ ഞങ്ങൾ ഉറങ്ങിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര വിശപ്പ് കേട്ടോ. 1:15 എണീറ്റാണേ. അപ്പോൾ പിന്നെ എന്തായാലും വിശക്കല്ലോ. അങ്ങനെ ഞങ്ങൾ പാലക്കാട് ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് എത്തി. അപ്പോൾ ഞാൻ വിചാരിച്ച് ലച്ചു പറഞ്ഞാൽ അവിടെ ഇഡ്ഡലിയും മട്ടൻ കറിയും ഹോർലിക്സും കൊണ്ട് കിട്ടുന്ന ഒരു കടയുണ്ട്, നമുക്ക് അവിടെ പോവാം. അങ്ങനെ അതിനു വേണ്ടി ഞങ്ങൾ ഈ പാലക്കാട് മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ തെണ്ടി നടന്നു. പക്ഷേ അവിടെ ഓപ്പൺ അല്ല, 8 മണിക്ക് ഇങ്ങനെ അവിടെ ഓപ്പണാണ്. അപ്പോൾ പിന്നെ അത്രയും സമയം നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് വിട്ടു. അപ്പോൾ പിന്നെ നമുക്ക് രാമശ്ശേരി ഇഡ്ഡലി ഓപ്പൺ ആണെന്ന് കണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് രാമശ്ശേരി ഇഡ്ഡലി പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനും കുറേ വ്ളോഗിൽ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ ലക്ഷ്മി ചേച്ചിയൊക്കെ അതുണ്ടാക്കുന്ന വിധമൊക്കെ ഇട്ടിട്ടുണ്ട്. അതുണ്ടാക്കുന്ന വിധമാണല്ലോ അതിന് എന്താ പറയുക, മറ്റ് ഇഡ്ഡലികളേക്കാൾ സ്പെഷ്യലാക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ നേരെ രാമശ്ശേരി ഇഡ്ഡലിക്ക് വിട്ടു. അവിടെ എന്താ പറയുക, കുറച്ച് ഉള്ളോട്ടേക്കാണ്, പക്ഷെ നല്ലൊരു സ്ഥലം കേട്ടോ. ഭയങ്കര നമുക്കൊരു പോസിറ്റീവ് വൈബൊക്കെ തരുന്നൊരു നല്ലൊരു സ്ഥലം. ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ തൊട്ടപ്പുറം തന്നെ നമ്മൾ രാമശ്ശേരി ഇഡ്ഡലിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചെണ്ടയൊക്കെ കേട്ട് നല്ല സുഖത്തിൽ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റി കേട്ടോ. ഇഡ്ഡലി നമ്മുടെ ഒരു ഇലയെ പരത്തിനെ പോലുള്ളൊരു ലുക്ക് കേട്ടോ. ഇഡ്ഡലീൻ്റെ ലുക്കല്ല, വേറൊരു ലുക്ക്. പക്ഷെ എനിക്ക് ഇഡ്ഡലിനേക്കാളും ഇഷ്ടമായിട്ട് ആടുന്ന നല്ല മൊരിഞ്ഞ വടയും കൂടെ കിട്ടിട്ടോ. നല്ല ഇങ്ങനെ മൊരിഞ്ഞ വടയില്ലേ, നമുക്കിങ്ങനെ വട അധികം തണുത്ത് പോയ വട കഴിക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടില്ലല്ലോ. നല്ല മൊരിഞ്ഞ വട ഇങ്ങനെ കഴിച്ചിങ്ങനെ ചമ്മന്തിയും കൂട്ടി തിന്നുമ്പല്ലേ അതിൻ്റെ ഒരു സുഖം കിട്ടും. അപ്പോൾ നല്ല മൊരിഞ്ഞ വട കിട്ടി. പിന്നെ 2 ഇഡ്ഡലിയാന്ന് തോന്നുന്നു തരുക. അപ്പോൾ അതും കഴിച്ച് രുക്കുനും സൂസിക്കും ഒക്കെ കൊടുത്തു. നല്ല സാമ്പാറും നല്ല ചട്നിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ഈ രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട്. നമ്മൾ മോഹൻലാലും പിന്നെ ലക്ഷ്മി ചേച്ചി, അങ്ങനെ കുറേ ആൾക്കാർ അതൊക്കെ നോക്കി. പിന്നെ മൊത്തത്തിൽ അവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ പോയത് ആ ഒരു ടൈം ആയതിനെ കൊണ്ടായിരിക്കും. 6:45 ആയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്ക്. അപ്പം തിരക്കൊക്കെ വരാനാവുന്നല്ലേ ഉള്ളൂ. എല്ലാവരും ഉറങ്ങി എണീറ്റിട്ടല്ലേ ഉണ്ടാവും. അപ്പം നമ്മൾ ഉറങ്ങി എണീക്കുന്നതിന് മുമ്പേ അവിടെ എത്തിയതിനെ കൊണ്ട് അധികം തിരക്കൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റി. എനിക്കറിയില്ല കേട്ടോ വലിയ തിരക്കുണ്ടാവും അവിടെ, പക്ഷെ അപ്പോഴും പാർസൽ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ ഇരുന്ന് നന്നായിട്ട് ഇഡ്ഡലിയൊക്കെ കഴിച്ചു. ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ നന്നായിട്ടൊന്ന് ഉറങ്ങണം. ഇവർ രണ്ടുപേരും ഉറക്കിയിട്ട് വേണം നമുക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ. അങ്ങനെ ഉറങ്ങണം. പിന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ മധുര എത്തുന്നതായിരിക്കും. ഞാനിങ്ങനെ വിചാരിച്ചിങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഡിണ്ടിഗൽ ബിരിയാണി, പിന്നെ മധുരൈ ബിരിയാണി അങ്ങനെയൊക്കെ കഴിക്കാമെന്നത്. പക്ഷേ വയറിൽ തീരെ സ്ഥലമില്ല. നമ്മൾ ഏകദേശം ഒരു 11:00 ആകുമ്പോഴത്തേക്ക് മധുര എത്തും. അപ്പോൾ പിന്നെ അതിൻ്റെ മുന്നേ ഡിണ്ടിഗലിൽ നിന്നൊക്കെ ബിരിയാണി കഴിച്ചാൽ അത് കുറച്ച് ഓവറല്ലേ. അത് ഞങ്ങൾ നേരെ കിടന്നുറങ്ങി. കുറച്ച് സമയം നന്നായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ പഴനി കഴിയാറായപ്പോൾ നമ്മൾ എണീറ്റു, ഇവരും എണീറ്റു. പിന്നെ 2-3 ബിസ്ക്കറ്റൊക്കെ ഉള്ളതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ബിസ്ക്കറ്റൊക്കെ നല്ല തല്ലും പിടിയായിരുന്നു കേട്ടോ. നല്ല അടിയായിരുന്നു രണ്ടാളും കൂടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു 12:30 ആയില്ല കേട്ടോ. അപ്പോൾ ഒരു 11:45 ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ എവിടെ എത്തി, മധുര എത്തിയിട്ടോ. അപ്പോൾ മധുര എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിസ്സ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഈ കുമാർ മെസ് എന്ന് പറയുന്നത് കേട്ടോ. ലച്ചുവിന് കുറേ ഫ്രണ്ട്സ് മധുരയിലുള്ളതിനെ കൊണ്ട് അവർ ഞങ്ങൾക്ക് കുറേ ഹോട്ടലൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തതാണ് ഈ കുമാർ മെസ് എന്ന് പറയുന്നത്. അങ്ങനെ കുമാർ മെസ്സിലെത്തുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഏകദേശം നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ 6:45 ഇത് കഴിച്ച രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചതാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ 12:30 കഴിക്കാൻ പോകുന്നത്. അപ്പോൾ കുമാർ മെസ്സിലെത്തി. കുമാർ മെസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആ ടൈമിൽ. 12:30 തന്നെ നല്ല തിരക്കുണ്ട്. അത് നമ്മൾ ഇരുന്നു. ഇനി ഞാൻ ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്ത്. എനിക്ക് ഈ മധുരയിലെ ബിരിയാണി എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്യേണ്ടിന്. അപ്പം ബിരിയാണി പറഞ്ഞു. പിന്നെ നമ്മൾ മറ്റേ ഞണ്ടിൻ്റെ
ഞണ്ടിനെ വെച്ചിട്ടുള്ള കുളമ്പ്, പിന്നെ നാട്ടുകോഴി കുളമ്പ്, പിന്നെ ചിക്കൻ 65, പിന്നെ വേറെ എന്തോ മട്ടൻ്റെ എന്തോ ചാപ്സോ അങ്ങനെ എന്തോ കറിയോ അങ്ങനെ എന്തോ. നമ്മൾ ഈ നാട്ടുകോഴി കുളമ്പ് അല്ല കറിയൊക്കെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ, ഭയങ്കര ടേസ്റ്റ് കിട്ടും. അങ്ങനെ തന്നെ ഞണ്ടിനെ കറി ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് ഈ വേവിച്ച ഞണ്ടിനെ അതിലേക്ക് ഇടുന്ന പരിപാടിയൊന്നുമില്ല. കാരണം ആ ഗ്രേവി നന്നായിട്ട് ഞണ്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, നമുക്കിങ്ങനെ അങ്ങനെ വലിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മുഴുവൻ അങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ബിരിയാണി കഴിച്ചതിന് ശേഷം ഞാൻ എന്താക്കി വെച്ചാൽ അർജുൻ്റെ ഇലയിൽ നിന്ന് കുറച്ച് ചോറ് എടുത്തിട്ട് നന്നായിട്ട് ഞണ്ട് കറിയൊക്കെ കൂട്ടിയിട്ട് നാട്ടുകോഴി കുളമ്പൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു. നമ്മളെ നാട്ടിൻ്റെ കോഴീനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുളമ്പാക്കിയിട്ടുണ്ടെങ്കിൽ മൂത്തിട്ട് നമുക്ക് കടിച്ചിട്ട് പറിക്കാൻ വരെ കിട്ടുള്ളൂ. എനിക്കൊന്ന് ഇളയ കോഴീനെ കൊണ്ടാക്കി ഇവരാക്കിയിട്ടുണ്ടാവുക. റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും സംഭവം പൊളിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. പക്ഷേ പപ്പടം കിട്ടിയില്ല. പപ്പടം കിട്ടാത്തതിന് എനിക്ക് സങ്കടമുണ്ട്. എനിക്ക് പപ്പടം ചോറും കൂടെ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിലല്ലേ, ഒരു പപ്പടത്തിൻ്റെ കഷ്ണം ഇങ്ങനെ പൊട്ടിച്ച് അതിലേക്ക് മീൻ കറി, നല്ല എരിവുള്ള മീൻ കറി ഇങ്ങനെ ഒഴിച്ച് അങ്ങനെ കുഴച്ച് അങ്ങനെ തന്നണം. അതാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ പപ്പടം കിട്ടിയില്ല. ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിച്ചു. പക്ഷേ ഭയങ്കര എരിവാണ് കേട്ടോ. നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് വരെ നമ്മുടെ ചുണ്ടൊക്കെ ഇങ്ങനെ എരിയില്ലേ, ആ ഒരു നല്ല എരിവുള്ള സാധനം. എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ച് എരി കൂടുതൽ വേണ്ട ആൾക്കാരാണെന്ന് തോന്നുന്നു. അതിനെക്കൊണ്ട് എല്ലാത്തിനും നല്ല എരിവുണ്ടായിരുന്നു. സൂസിക്ക് രുക്കുനും ഞങ്ങൾ തൈരും ചോറും പിന്നെ അതിൽ ചെറിയൊരു ചീരക്കറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരും ഹാപ്പി, ഞങ്ങളും വളരെ ഹാപ്പി. ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി നമ്മൾ പോകുന്നത് ധനുഷ്കോടിക്കാണ്. രാമേശ്വരത്ത് നമ്മൾ എവിടെയെങ്കിലും നിൽക്കും. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് റൂമൊക്കെ നോക്കണം. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നും ഇറങ്ങിയൊരു ട്രിപ്പൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ഒന്നിനെക്കുറിച്ചും വലിയ ഐഡിയ ഒന്നും. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് റൂമൊക്കെ നോക്കി. പിന്നെ ഇത് ഞാൻ ഇന്ന് വീഡിയോ എടുത്തില്ല കേട്ടോ ശരിക്കും. കാരണം നാളെ നമ്മൾ ഇതിലൂടെ തിരിച്ച് വരുമ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ അതിനെക്കൊണ്ട് ഞാൻ ഇപ്പം നമ്മൾ നേരെ പോവുകയാണേ, രാമേശ്വരത്തേക്ക് പോവുകയാണേ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് റൂമൊക്കെ നോക്കണം, അങ്ങനെ കുറച്ച് പണിയുണ്ട്. പക്ഷേ കിട്ടിയ റൂമുണ്ടല്ലോ, നമുക്ക് കിട്ടിയ റൂം നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, ഒരു പോസിറ്റിവിറ്റി ഉള്ളൊരു നല്ലൊരു റൂം. നമുക്കിങ്ങനെ എന്നാൽ ഒരു സമാധാനം തരുന്ന ഒരു റൂമുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഭൈരവ ബ്ലിസ് എന്ന് പറഞ്ഞിട്ടുള്ള റൂമാണ്. ഞാൻ എവിടെയെങ്കിലും അവരുടെ നമ്പർ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ എത്തി നമ്മൾ റൂമൊക്കെ വെച്ച് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ മെല്ലെ വേഗം തന്നെ നമ്മൾ ധനുഷ്കോടിക്ക് ഇറങ്ങി. ധനുസിൻ്റെ അറ്റെന്നാണ് കേട്ടോ ഈ ധനുഷ്കോടീൻ്റെ മീനിങ്. ഇവിടെ പണ്ട് കുറേ വീടുകളും സ്കൂളുകളും പള്ളി, പോസ്റ്റ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നിട്ടുള്ള ഒരു വലിയൊരു നഗരം, ഒരു വലിയൊരു സിറ്റി തന്നെയായിരുന്നു കേട്ടോ ഇത്. ഇവിടുന്ന് ഈ ബീച്ചിൽ നിന്ന് ഇവിടുന്ന് നമുക്ക് ശ്രീലങ്കയിലേക്ക് പ്രത്യേക ബോട്ട് സർവീസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ രാമൻ എന്താ പറയുക സീതനെ കൊണ്ടുവന്നിട്ടുള്ള സ്ഥലം. സേതുബന്ധനൊക്കെ തീർത്തിട്ട് സീതാദേവിയെ കൊണ്ടുവന്നതിന് ശേഷം ഉണ്ടല്ലോ, നമ്മുടെ രാവണൻ്റെ സഹോദരനായിട്ടുള്ള വിഭീഷണൻ രാമനോട് ഇങ്ങനെ പറഞ്ഞ് ഈ സേതുവിൻ്റെ അറ്റം തകർക്കണം. അങ്ങനെ രാമൻ തൻ്റെ ധനുസ് ഉപയോഗിച്ച് അറ്റം തകർത്തു കളഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ ലാസ്റ്റ് റോഡിലേക്ക് ഇങ്ങനെ ബസ് ഇങ്ങനെ വരുന്നു, ഇനി ഇവിടുന്ന് തിരിച്ചു പോകുന്നു അങ്ങനെയൊക്കെ കേട്ടോ. അതിനെ നമ്മളിനി അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെയുണ്ട്, അങ്ങനെ കുറച്ച് ഞങ്ങൾ പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബീച്ചിൽ കളിക്കാൻ പോവുകയാണ് ഗൈസ്. അതിൻ്റെ മുമ്പ് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ 1964 നടന്നിട്ടുള്ള വലിയൊരു ചുഴലിക്കാറ്റ് വന്നിട്ട് തകർന്നു പോയിട്ടുള്ള ഒരു നഗരമാണിത്. അപ്പോൾ ഇപ്പോഴും അവിടെ കുറേ അവശിഷ്ടങ്ങളൊക്കെ ബാക്കിയുണ്ട്. നമ്മുടെ പള്ളിയും പിന്നെ ചെറിയ അമ്പലത്തിൻ്റെ ചെറിയൊരു ഭാഗം, പിന്നെ കിണർ, പിന്നെ സ്കൂളിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് ചോദിച്ചാൽ, അപ്പോൾ നമ്മൾ ആ പള്ളീൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അതൊക്കെ. പിന്നെ ഒരു വലിയ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആ പാമ്പൻ ബ്രിഡ്ജ് പൊട്ടിയിട്ട് എല്ലാവരും ആ ട്രെയിനുണ്ടായിരുന്നുള്ള എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്. 1800 ആൾക്കാരെങ്ങാനും അന്നത്തെ സംഭവത്തിൽ പോയിട്ടുണ്ട്. അതിന് ശേഷം മദ്രാസ് സർക്കാർ അത് ഒരു ജനവാസ യോഗ്യമല്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അവിടെ ആരും താമസിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതൊരു പ്രേത നഗരം പോലെ, ഒരു എന്താ പറയുക, ആരും ഇല്ലാത്ത ഇങ്ങനെ ചെറിയ കച്ചവടക്കാർ മാത്രം ഉള്ള, പക്ഷെ അത് അവരവിടെ എല്ലാം തോന്നുന്നു താമസിക്കുന്നത്. ഇങ്ങനെ കച്ചവടമൊക്കെ നടത്തിയിട്ട് തിരിച്ചു പോകുന്ന സ്ഥലമാണ്. അതിന് കുറച്ച് സമയം നമ്മുടെ വെള്ള മണത്തരികളിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് നമ്മളെ ബീച്ചിലിങ്ങനെ കളിച്ച് നല്ല രസമായിരുന്നു കേട്ടോ. ഭയങ്കര കാറ്റും ഭയങ്കര തിരമാലയാണ് കേട്ടോ. ഈ റോഡിൻ്റെ അപ്പുറത്ത് ബീച്ചാണ്, ഇപ്പുറത്തും ബീച്ചാണ്. അപ്പുറത്ത് കുറേ ഇങ്ങനെ ബോട്ടൊക്കെ ഉണ്ട്. അന്ന് 1964 പൊട്ടിപ്പോയ റോഡുകളും പാലമൊക്കെ പിന്നെ 1988 കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ഭരണത്തിലാണെന്ന് തോന്നുന്നു ഇത്രയും അടിപൊളി റോഡൊക്കെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഉണ്ടല്ലോ ബീച്ചിലൊക്കെ കളിച്ചു. അങ്ങനെ ബീച്ചിനോടൊക്കെ ബായ് പറഞ്ഞു. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ധനുഷ്കോടിയിൽ വരുമ്പം കാണാമല്ലേ.
അങ്ങനെ നമ്മളുണ്ടല്ലോ പിന്നെ റൂമിലൊക്കെ പോയി കുളിച്ച് ഇനിയിപ്പോൾ നല്ല വിശപ്പിട്ടോ ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് നല്ല ബൺ പൊറോട്ടയും ചിക്കനൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നിട്ട് ബൺ പൊറോട്ട കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ നല്ല ബൺ പൊറോട്ട മുരുമുരാന്നിരിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഉള്ളിലുണ്ടല്ലോ ഉള്ളി ചെറുങ്ങനെ വേവാനുണ്ട്, പക്ഷേ പുറത്തിങ്ങനെ ഭയങ്കര മുരുമുരാന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് കൊമ്പൊക്കെ നിറച്ച് ഇനിയിപ്പം രാവിലെ നമുക്ക് ദർശനം നടത്തണം അമ്പലത്തിൽ പോയിട്ട്. അതൊക്കെയാണ് പണി. നല്ല ക്ഷീണമുണ്ട്. ഇനിയിപ്പോൾ കിടന്നാൽ ഇങ്ങനെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ഇങ്ങനെ കിടന്നുറങ്ങും. അപ്പം ബൈ ബൈ ഗൈസ്. ഇനി നമുക്ക് രാമേശ്വരത്ത് പോകുന്നതും അങ്ങനെയൊക്കെ അവിടെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം അതൊക്കെ കാണിച്ചിട്ടൊരു വ്ളോഗ് എടുക്കാം. അപ്പം ബൈ ബൈ ഗൈസ്.